അതെ, ഒരു 10 അണ്ടർറേറ്റഡ് മലയാളം ത്രില്ലർ പടങ്ങൾ പറയുവാണ്. ഇന്നാളി പറഞ്ഞ പോലെ എന്നാ പിടിച്ചോ. നമ്പർ 10. കാട്ടിൽ നിന്നും കുറച്ചു ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം ലഭിക്കുന്നു. അത് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ബിജോയ് കുരുവിള കൊലപാതകി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കിട്ടിയിട്ടും പടം തിയേറ്ററുകളിൽ അധികം ഓടിയില്ല കേട്ടോ. ചിത്രം 2022 ഉണ്ണി ഗോവിന്ദരാജ് സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷത്തിൽ വന്ന ഹെവൻ. ഈ പടം നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാൻ കഴിയും. ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 10 മിനിറ്റ്. ഹെവൻ ഓർ ഹെൽ. നമ്പർ 9. സാധാരണക്കാര് അബ്നോർമൽ ആണ് അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് വിളിക്കുന്ന ഒരു വ്യക്തി. അയാളെ ഏറെ സ്നേഹിച്ച അയാളുടെ ഭാര്യ മിസ്സിംഗ് ആവുമ്പോൾ പുള്ളിക്കാരൻ തന്നെ അന്വേഷിച്ചിറങ്ങുന്നു. മിസ്റ്ററിയും പ്രണയവും ഇടകലർത്തി ഒരുക്കിയ നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ. ചിത്രം സുനിൽ ഇബ്രാഹിം സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്, സിജ റോസ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച് 2022 റിലീസായ റോയ്. അല്പം സ്ലോ പേസ്ഡ് ആയതുകൊണ്ടോ കുറച്ച് ഫിലോസഫിക്കൽ ആയതുകൊണ്ടോ മറ്റോ ചിത്രം ഏറെ ജനശ്രദ്ധ നേടിയില്ല എന്ന് തോന്നുന്നു. ആക്ച്വലി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ഈ സിനിമ, പക്ഷേ എന്റെ കപ്പ് ചായ ആയിരുന്നു കേട്ടോ. ഈ പടം സോണി ലെവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 5.6 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 6 മിനിറ്റ്. നല്ല പടവാ. ഇതെന്താ പലർക്കും ഇഷ്ടപ്പെടാതെ പോയെ? തമ്പുരാൻ അറിയാം. നമ്പർ 8. ഒരു സ്ത്രീ ഇടുക്കിക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് താൻ ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കുറ്റമേറ്റ് പറയുന്നു. പക്ഷേ അതിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സത്യങ്ങളിലേക്കായിരുന്നു. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുള്ള നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ. ചിത്രം 2022 സുധീഷ് രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് അപർണ ബാലമുരളി, ഹരീഷ് ഉത്തമൻ, കലാഭവൻ ഷാജോൺ, സിദ്ധാർത്ഥ് മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഇനി ഉത്തരം. ചില്ലറ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പടം നൈസായിരുന്നു. മികച്ച ഫസ്റ്റ് ഹാഫ് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് C5 കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.3 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 6 മിനിറ്റ്. ഉത്തരം ആ കാട്ടിലുണ്ട്. ഇത് തന്നെ 2022 പടങ്ങൾ മാത്രമേ ഉള്ളോ? ശരിയല്ലേ? എന്നാ മാറ്റി പിടിക്കാം. നമ്പർ 7. സിനിമാ മോഹവുമായിട്ട് വന്ന ഒരു ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിക്കുന്ന 5 പേര്. അവരുടെ മദ്യപാന സദസ്സിൽ കൂട്ടത്തിൽ കഥ എഴുതുന്ന ഹരി എന്ന ആള് താൻ എഴുതിയ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു രാത്രി. അത് ചെന്നെത്തുന്നത് അത്യന്തം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്കാണ്. വളരെ ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് കഥാപാത്രങ്ങളുമായിട്ട് വന്ന് ഞെട്ടിപ്പിച്ച ഒരു കിടിലൻ ത്രില്ലർ സിനിമ. ചിത്രം ജിതിൻ ഐസക് തോമസ് 2021 രചനയും സംവിധാനവും നിർവഹിച്ച് വിഷ്ണു ഗോവിന്ദൻ പ്രധാന വേഷത്തിൽ വന്ന അറ്റൻഷൻ പ്ലീസ്. വിഷ്ണു ഗോവിന്ദന്റെ കിടിലൻ പ്രകടനം, നല്ല സൗണ്ട് ഡിസൈൻ ഒക്കെ എടുത്തു തന്നെ പറയണം. പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 58 മിനിറ്റ്. അറ്റൻഷൻ വേണമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അറ്റൻഷൻ ഫുള്ളും കൊടുക്കാമായിരുന്നു. നമ്പർ 6. സർവീസിലിരിക്കെ ലീവിൽ പോയ അരവിന്ദ് കരുണാകരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നു. എന്നത്തിന്? അത് പിന്നെ വളരെ പിടിച്ചിരുത്തുന്ന മികച്ച ഒരു ക്രൈം ത്രില്ലർ. വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ പടത്തിനുള്ളത്. ആ ക്ലൈമാക്സ് തന്നെയാണ് പടത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയാം. ചിലർക്ക് ശരിയായി, ചിലർക്ക് ശരിയായില്ല. ചിത്രം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി 2022 റിലീസായ സല്യൂട്ട്. എനിക്ക് പേഴ്സണലി ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചിത്രം സോണി ലെവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 മണിക്കൂർ 23 മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. സല്യൂട്ട് കൊടുക്കണോ? നമ്പർ 5. വന്ധ്യവയോധികനായ കുട്ടിച്ചായന്റെ വീട്ടിൽ ഒരു രാത്രി നടക്കുന്ന ഭീകര സംഭവങ്ങൾ പറയുന്ന സിനിമ. 2022 ഇറങ്ങിയ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കിടിലൻ ത്രില്ലർ. വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് കുട്ടിച്ചായൻ, ഷൈനി എന്നീ കഥാപാത്രങ്ങളുടെ എടുത്തു തന്നെ പറയണം. ചിത്രം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ്, ദുർഗ കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച ഉടൽ. പിന്നെ ഈ ചിത്രം 18+ ആണ് കേട്ടോ. ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കരുത്, അതുപോലെ കുടുംബത്തോടെ കാണാമെന്ന് വിചാരിക്കരുത്. ഒരുപാട് വയലൻസ് അല്ലെങ്കിൽ ഷോക്കിംഗ് രംഗങ്ങൾ ഉൾപ്പെടെ കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.4 ഔട്ട് ഓഫ് 10. ഇതാണ് മലയാളത്തിന്റെ ഡോൺ ബ്രീത്ത്. നമ്പർ 4. കട്ട ഈഗോയുള്ള ഗിരി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അതിനെ തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. മലയാളത്തിലെ ത്രില്ലർ സിനിമകളുടെ തമ്പുരാനായിട്ടുള്ള ജീതു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2022 റിലീസായ കൂമൻ. പോസിറ്റീവ് റിവ്യൂസും അത്യാവശ്യം നല്ല വിജയവും നേടിയെങ്കിലും കൂമൻ കുറച്ചുകൂടി ഹിറ്റ് ആകേണ്ടിയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അണ്ടർറേറ്റഡ് എന്ന് പറഞ്ഞത്. പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 33 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10. പിന്നെ എല്ലാം 2022 ആകട്ടോ. സോറി മാറ്റി പിടിക്കാം. നമ്പർ 3. ഒരു ഉരുൾപൊട്ടലിൽ തന്റെ ഭാര്യയും കുട്ടിയെയും നഷ്ടപ്പെട്ട ഇബ്രാഹിമിന്റെ കഥ. ഒരു രാത്രി അവരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത 2 അതിഥികൾ എത്തുന്നു. തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങൾ പറയുന്ന സിനിമ. ഗംഭീര താരനിര, നല്ല സ്ക്രിപ്റ്റ്,
കിടിലൻ സിനിമാറ്റോഗ്രഫി, മികച്ച ക്രാഫ്റ്റ്. ചിത്രം മനു വാര്യർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യൂസ്, പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി, നസ്ലിൻ, സൃന്ദ തുടങ്ങിയവർ അഭിനയിച്ച് 2021 റിലീസായ കുരുതി. ഗ്രിപ്പിംഗ് ആയിട്ടുള്ള രംഗങ്ങൾ, ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം പടത്തിന്റെ പോസിറ്റീവാണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആയിരുന്നെങ്കിലെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ച ഒരു സിനിമ കൂടിയാണ്. ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 മണിക്കൂർ 2 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. നമ്പർ 2, ഒരു നേഴ്സ് കൊല്ലപ്പെടുന്നു. അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് തന്നെ മറ്റൊരു സംഭവം ഉണ്ടാവുന്നു. തുടർന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP നന്ദകിഷോർ കണ്ടെത്തുന്ന രഹസ്യങ്ങൾ. തുടക്കം മുതൽ അവസാനം വരെയും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കിടിലൻ സസ്പെൻസ് ത്രില്ലർ. ചിത്രം 2022 ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത് അനൂപ് മേനോൻ, ലിയോണ ലിഷോയ്, അനു മോഹൻ, ചന്ദുനാഥ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന 21 ഗ്രാംസ്. നല്ല പ്ലോട്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മികച്ച സിനിമാറ്റോഗ്രഫി, നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും പടം ഒരു വമ്പൻ ഹിറ്റായി മാറിയില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ത്രില്ലറാണ്. ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. 2 മണിക്കൂർ 13 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.9 ഔട്ട് ഓഫ് 10. മോനെ വേണ്ട, 2022 വിട്ടുപിടി. തീർന്ന്. ഇനി നമ്പർ 1 മൂവി. ഒരു ഓഫീസിൽ നടക്കുന്ന മരണവും അതിന്റെ അന്വേഷണവും. അത് ചെന്നെത്തി നിൽക്കുന്നത് അവിശ്വസനീയമായ, ഷോക്കിംഗ് ആയ ചില സത്യങ്ങളിലേക്കാണ്. കിടിലൻ സ്ക്രിപ്റ്റ്, മികച്ച പെർഫോമൻസുകൾ, നല്ല ക്യാമറയും എഡിറ്റിംഗും, അതുപോലെ മികച്ച സംവിധാനവും ക്രാഫ്റ്റും. ഈ വർഷത്തെ ഏറ്റവും മികച്ച ത്രില്ലറുകളിൽ ഒന്നെന്ന് നിസ്സംശയം പറയാവുന്ന സിനിമ. ചിത്രം സംജാത് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സജീവ്, ചിന്നു ചാന്ദിനി, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, സിദ്ദിഖ് തുടങ്ങിയവർ അഭിനയിച്ച ഗോളം. പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു സീനുണ്ട്. രാത്രിയിൽ ഇങ്ങനെ ഇടിവെട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരും നല്ല റിവ്യൂസ് പറഞ്ഞെങ്കിലും ഒരു വലിയ വിജയമായില്ല എന്നുള്ളതാണ് ഒരു സങ്കടമായിട്ട് തോന്നിയത്. ഇതുവരെ പടം OTTയിൽ റിലീസായില്ല. ആകുമ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. മിക്കവാറും തിയേറ്ററിൽ ഈ പടം കാണാത്തവർ OTTയിൽ റിലീസാകുമ്പോൾ ഇത് കണ്ടിട്ട് ഒരു അണ്ടർ റേറ്റഡ് ആണ് എന്ന് പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. IMDb റേറ്റിംഗ് 7.7 ഔട്ട് ഓഫ് 10. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ഗോളം ഗംഭീരം. എന്തായാലും കൊള്ളാണ്, പൊളിച്ച്. പക്ഷേ മിക്ക പടവും ഞാൻ കണ്ടതാ. ബെസ്റ്റ്. എന്നാലും 1-2 എണ്ണം കൊണ്ട് കേട്ടോ കാണാത്തത്. കണ്ടിട്ട് കൊള്ളില്ലെങ്കിൽ ഞാൻ വന്ന് ചീത്ത വിളിക്കും, പറഞ്ഞേക്കാം. അപ്പം ശരി എന്നാ.